ഫ്രണ്ട്സ്, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ക്ലാസ്സിൽ ഇപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫീച്ചർ ഓഫ് ഷെയർസ് എന്ന് പറയുന്ന ഭാഗമാണ്. ഓക്കെ, അതിൽ ഫീച്ചർ ഓഫ് ഷെയർസ് അറ്റ് പാർ എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതിൻ്റെ പ്രോബ്ലം നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫീച്ചർ ഓഫ് ഷെയർസ് വിച്ച് വേർ ഇഷ്യൂഡ് അറ്റ് എ പ്രീമിയം എന്താണെന്ന് നിങ്ങൾക്ക് അറിയുമല്ലോ. നമ്മൾ മുന്നേ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടല്ലോ. അതായത് ഷെയർസ് എന്ന് പറയുന്ന അതിൽ പാറിലും പ്രീമിയത്തിലും ഡിസ്കൗണ്ടിലും ഒക്കെ നൽകാം എന്ന് പറഞ്ഞു. അതിൽ പാറിലും പ്രീമിയത്തിലും എങ്ങനെയാണെന്നുള്ളത് നമ്മൾ പ്രോബ്ലമൊക്കെ ചെയ്തിട്ട് പഠിച്ചിട്ടുണ്ട് അല്ലേ. പ്രീമിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതായത് 10 രൂപ വിലയുള്ള ഷെയർ 12 രൂപ അല്ലെങ്കിൽ 15 രൂപയ്ക്ക് നമ്മൾ വിൽക്കുകയാണെങ്കിൽ, ഷെയർസ് കൊടുക്കുകയാണെങ്കിൽ അവിടെ കൂടുതലായിട്ടാണ് കൊടുക്കുന്നത് അല്ലേ. അപ്പോൾ അതെന്താണ്? പ്രീമിയമാണ്. മനസ്സിലായോ? ഓക്കെ, പാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 രൂപയുടെ ഷെയർ 10 രൂപയ്ക്ക് തന്നെയാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അത് പാറ്. പ്രീമിയം എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ അഡ്വാൻസ് ആയിട്ട് എന്തെങ്കിലും ഒരു എമൗണ്ട് എക്സ്ട്രാ ആഡ് ചെയ്തിട്ടാണ്. ഇപ്പോൾ 10, 12 ആയിട്ടാണെങ്കിൽ അതെന്താണ്? പ്രീമിയമാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള പ്രീമിയമായിട്ട് കൊടുക്കുന്ന ഷെയർസ് നമ്മൾ ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ, ഫോർഫീറ്റ് ചെയ്യുകയാണെങ്കിൽ അതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ 2 കേസുകൾ വരുന്നുണ്ട്. അതായത് പ്രീമിയം നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ, അതായത് ഇപ്പോൾ അലോട്ട്മെൻറ്റിലോ അല്ലെങ്കിൽ കോളിലോ ആണ് സെക്യൂരിറ്റി പ്രീമിയം എമൗണ്ട് നമ്മൾ ആഡ് ചെയ്തിട്ട് വാങ്ങാം അല്ലേ. അപ്പോൾ അലോട്ട്മെൻറ്റിലോ അയാൾ അടച്ചിട്ടില്ല, ഷെയർ ഓർഡർ അടച്ചിട്ടില്ല, അങ്ങനത്തെ സിറ്റുവേഷൻ, പ്രീമിയം കിട്ടിയിട്ടില്ല, നോട്ട് റിസീവ്ഡ് ആണെങ്കിൽ എങ്ങനെയാണ് ജേണൽ എൻട്രി എഴുതുക? ഇനി പ്രീമിയം കിട്ടി, ഇപ്പോൾ അലോട്ട്മെൻറ്റിലാണ് പ്രീമിയം ഉണ്ട്, അലോട്ട്മെൻറ്റ് അയാൾ അടച്ചു, ഫസ്റ്റ് കോളാണ് ഫെയിലർ വരുത്തിയെന്നുണ്ടെങ്കിൽ അപ്പോൾ പ്രീമിയം കിട്ടിക്കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ജേണൽ എൻട്രി ഫീച്ചറിൻ്റെ എഴുതുക എന്നുള്ളതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വളരെ ശ്രദ്ധിച്ചിരിക്കാം. നമുക്ക് ക്ലാസ് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ ഫീച്ചർ ഓഫ് ഷെയർസ് വിച്ച് വേർ ഇഷ്യൂഡ് അറ്റ് എ പ്രീമിയം ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് കേസാണ്. അതായത് ഫീച്ചർ ഓഫ് ഷെയർസ് വെൻ അലോട്ട്മെൻറ്റ് മണിയിൽ പ്രീമിയം കൂടി ഇൻക്ലൂഡഡ് ആയിരിക്കും, ബ്രാക്കറ്റിൽ പറയുന്നുണ്ട്. ആൻഡ് കോൾ മണി ആർ നോട്ട് പെയ്ഡ് വെൻ പ്രീമിയം ഈസ് നോട്ട് റിസീവ്ഡ്. അതായത് അലോട്ട്മെൻറ്റ് മണി, കോൾ മണി ഫോർഫീറ്റ് ചെയ്തു. അലോട്ട്മെൻറ്റ് മണി അയാൾ അടച്ചില്ല, ഷെയർ ഓർഡർ അടച്ചില്ല, നമ്മളത് ക്യാൻസൽ ചെയ്തു, അയാളുടെ ഷെയർ ക്യാൻസൽ ചെയ്തു. അപ്പോൾ അവിടെ നമുക്ക് പ്രീമിയം ഉണ്ടായിരുന്നു അലോട്ട്മെൻറ്റിൽ, പക്ഷെ അത് നമുക്ക് കിട്ടിയില്ല. അങ്ങനെയാണെങ്കിൽ ജേണൽ എൻട്രി എങ്ങനെയാണ് വരിക എന്നുള്ളതാണ് നമ്മൾ നേരത്തെ കഴിഞ്ഞ ദിവസം പഠിച്ച ജേണൽ എൻട്രി തന്നെയാണ്. അതിൽ എക്സ്ട്രാ ഒരു ഐറ്റം വരുന്നുള്ളൂ. അതായത് നമ്മൾ ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് അപ് ടു ഷെയർ അലോട്ട്മെൻറ്റ് ടു ഷെയർ കോൾ ടു ഷെയർ ഫോർഫീച്ചർ അക്കൗണ്ട്. ഇതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പാറിൻ്റെ കേസിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതേ ജേണൽ എൻട്രിയിൽ തന്നെ ഡെബിറ്റിൽ ഒരു ഐറ്റം കൂടുതൽ വരും. അങ്ങനെ, അതായത് പ്രീമിയം കിട്ടിയിട്ടില്ലെങ്കിൽ അത് ഓർത്ത് വയ്ക്കണം കേട്ടോ. അതായത് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ, സെക്യൂരിറ്റി പ്രീമിയം റിസർവ് അക്കൗണ്ട് ഡെപ്റ്റർ. കണ്ടോ, ഡെബിറ്റിൽ 2 വന്നു. മുന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഒരു ഡെബിറ്റേ ഉണ്ടായിരുന്നുള്ളൂ, ബാക്കിയെല്ലാം ക്രെഡിറ്റ് ആയിരുന്നു. ഇവിടെ 2 ഡെബിറ്റ് വരും. മനസ്സിലായല്ലോ? ബാക്കിയൊക്കെ സെയിം തന്നെ. ടു ഷെയർ അലോട്ട്മെൻറ്റ്, ടു ഷെയർ കോൾ, ടു ഷെയർ ഫോർഫീച്ചർ അക്കൗണ്ട്. ഓക്കെ, അപ്പോൾ ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറയുന്നിടത്ത് എന്താവും? എമൗണ്ട് മൊത്തമായി കോൾ ചെയ്ത എമൗണ്ട് ആവും. അതിൽ പ്രീമിയത്തിൻ്റെ എമൗണ്ട് കൂട്ടില്ല. അതെവിടെ കാണിക്കുക? സെക്യൂരിറ്റി പ്രീമിയം റിസർവ് അക്കൗണ്ട് എന്ന് പറയുന്നിടത്താണ് പ്രീമിയത്തിൻ്റെ അടയ്ക്കാത്തത് നമ്മൾ ആഡ് ചെയ്യാം. ഓക്കെ, ഇങ്ങനെയാണ് ജേണൽ എൻട്രി വരെ. നമുക്ക് ക്വസ്റ്റ്യനും കൂടി ഡിസ്കസ് ചെയ്യാം, അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി വ്യക്തമായി മനസ്സിലാവും. ഇനി രണ്ടാമത്തെ കേസ് നോക്കുക. ബി, ഫീച്ചർ ഓഫ് ഷെയർ വെൻ കോൾ മണി ഈസ് നോട്ട് പെയ്ഡ്. കോൾ മണി അടച്ചിട്ടില്ല, വെൻ പ്രീമിയം ഈസ് റിസീവ്ഡ് അലോങ് വിത്ത് അലോട്ട്മെൻറ്റ് മണി. അതായത് അലോട്ട്മെൻറ്റ് മണിയൊക്കെ വിളിച്ചു, അത് ഷെയർ ഓർഡർ അടച്ചു കഴിഞ്ഞു. അലോട്ട്മെൻറ്റിൽ പ്രീമിയം ഉണ്ടായിരുന്നു, അതും അദ്ദേഹം അടച്ചു. പിന്നെ കോൾ അടച്ചില്ല, അപ്പോൾ എന്ത് ചെയ്തു? ഫോർഫീറ്റ് ചെയ്തു. അപ്പോൾ അവിടെ ആ കേസിൽ എന്താണ്? പ്രീമിയം അടച്ചു കഴിഞ്ഞിരിക്കുന്നു അല്ലേ. മുന്നത്തെ കേസിൽ നമ്മൾ പറഞ്ഞ പ്രീമിയം അടച്ചിട്ടുണ്ടായിരുന്നില്ല, അതിൻ്റെ മുന്നേ അയാൾ ഷെയർ അടയ്ക്കാതെ വന്നപ്പോൾ ഫോർഫീറ്റ് ചെയ്തു എന്നുള്ളതാണ്. ഇവിടെ അലോട്ട്മെൻറ്റ് മണിയിൽ പ്രീമിയം ഉള്ളത് അടച്ചു, പ്രീമിയം അടച്ചിരുന്നു. കോൾ മണിയാണ് അടയ്ക്കാതെ വന്നത്, അത് ഫോർഫീറ്റ് ചെയ്തു എന്നാണ്. അപ്പോൾ ഇവിടെ പ്രീമിയം കിട്ടിയെണ്ണോ അല്ലേ. അപ്പോൾ അതിൻ്റെ ജേണൽ എൻട്രി, പാറിൻ്റെ ജേണൽ എൻട്രി എന്താണോ അതാണ് വരിക, മുന്നേ പഠിച്ചത്. അതായത് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ ടു ഷെയർ കോൾ അക്കൗണ്ട് ടു ഷെയർ ഫോർഫീച്ചർ അക്കൗണ്ട്. ഓക്കെ, അവിടെ പ്രീമിയം നമ്മൾ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് പറയുന്നത് ഷെയർ ഫോർഫീച്ചർ അക്കൗണ്ടിൽ കേട്ടോ. അതായത് ഷെയർ ഫോർഫീച്ചർ അക്കൗണ്ടിൽ നമ്മൾ കിട്ടിയ എമൗണ്ട് അല്ലേ കാണിക്കുക. അപ്ലിക്കേഷനോ അലോട്ട്മെൻറ്റൊക്കെ ആയിട്ട് കിട്ടിയ എമൗണ്ട് അല്ലേ നമ്മൾ ഫോർഫീച്ചർ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് എമൗണ്ട് കാണിക്കാം. അവിടെ എക്സ്ക്ലൂഡിങ് ഷെയർ പ്രീമിയത്തിൻ്റെ എമൗണ്ട് കാണിക്കേണ്ട എന്നുള്ളതാണ് പറയാം. ഓക്കെ, നമുക്ക് എന്തായാലും ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം, എങ്ങനെയാണ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ
ക്വസ്റ്റ്യൻ നോക്കുക. നേരത്തെ അതേപോലത്തെ ക്വസ്റ്റ്യൻ തന്നെയാണ്. എ ബി ലിമിറ്റഡ് ഇഷ്യൂഡ് 5000 ഷെയർസ് ഓഫ് ₹10 ഈച്ച് അറ്റ് പ്രീമിയം. കണ്ടോ, അവിടെ പ്രീമിയം എന്ന് പറയുന്നുണ്ട്. അപ്പോഴാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇത് പ്രീമിയത്തിനാണ് കൊടുക്കുന്നത് എന്നുള്ളത്. ക്വസ്റ്റ്യന് വളരെ വ്യക്തമായിട്ട് പറയും കേട്ടോ, പ്രീമിയം ആണ്. ഓക്കെ, അപ്പോൾ അത് ആദ്യം മനസ്സിലാക്കുക. ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കാം. എ ബി ലിമിറ്റഡ് 5000 ഷെയർസ് 10 രൂപ വെച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പ്രീമിയം 2 രൂപ പ്രീമിയം ഓക്കെ അങ്ങനെ കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ 2 രൂപ പ്രീമിയം പറയുമ്പോൾ മൊത്തം 12 രൂപയായിരിക്കും വരിക അല്ലേ. അതിൽ 3 അപ്ലിക്കേഷൻ, 4 അലോട്ട്മെൻറ്റ്, അതായത് പേബിൾ ആസ് ₹3 ഓൺ അപ്ലിക്കേഷൻ, 4 ഓൺ അലോട്ട്മെൻറ്റ്. അവിടെ ബ്രാക്കറ്റിൽ പറയുന്നുണ്ട് ഇൻക്ലൂഡിങ് പ്രീമിയം. മനസ്സിലായല്ലോ. അതായത് അലോട്ട്മെൻറ്റ് 4 അതിൽ പ്രീമിയം ഇൻക്ലൂഡഡ് ആണ് എന്നാണ് പറയുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ തുടക്കം പറയുന്നുണ്ട് 2 രൂപയാണ് പ്രീമിയമായി കൊടുക്കുന്നത്. അപ്പോൾ ഈ അലോട്ട്മെൻറ്റ് ടോട്ടൽ 4ൽ 2 പ്രീമിയം, അപ്പോൾ ബാക്കി 2 അലോട്ട്മെൻറ്റ് മണി വരിക. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്ലിക്കേഷൻ 3, അലോട്ട്മെൻറ്റ് 2 പ്ലസ് പ്രീമിയത്തിൻ്റെ 2 കൂടി കൂടിയത് കൊണ്ടാണ് അവിടെ 4 വന്നത്. ബ്രാക്കറ്റിൽ ഈ പ്രീമിയം ഇൻക്ലൂഡ് ആണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അങ്ങനെ അതുകൊണ്ടാണ് അലോട്ട്മെൻറ്റ് 4 വന്നത്. ഇനി 3 ഓൺ ഫസ്റ്റ് കോൾ, 2 ഓൺ സെക്കൻഡ് ഫൈനൽ കോൾ. 3 ഫസ്റ്റ് കോളായിട്ടും ബാക്കി 2 ഫൈനൽ കോളായിട്ടും, അങ്ങനെ മൊത്തം 12. അപ്പോൾ 10 രൂപയാണ് 2 രൂപയും കൂടി ആഡ് ചെയ്ത് ടോട്ടൽ 12. അതിൽ 3 അപ്ലിക്കേഷനായിട്ട് കൊടുക്കുന്നു, 4 അലോട്ട്മെൻറ്റിൽ 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 പ്രീമിയം ആണെന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ തുടക്കത്തിൽ. അപ്പോൾ പ്രീമിയവും പിന്നെ ഉള്ളത് 2 അലോട്ട്മെൻറ്റ് മണിയായിട്ട് വരുന്നത്. പിന്നെ 3 ഫസ്റ്റ് കോള്, 2 സെക്കൻഡ് ആൻഡ് ഫൈനൽ കോള്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, എന്നിട്ട് പറയുന്നു മിസ്റ്റർ രാജു വാസ് അലോട്ടഡ് 50 ഷെയർസ്. ഇതിൽ രാജുവിന് 50 ഷെയർസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു വ്യക്തിനെ എടുത്തിട്ട് പറയാണ്, ഷെയർ ഓർഡറാണ്, 50 ഷെയർസ് കൊടുത്തിരുന്നു. അപ്പോൾ ഗീവ് നെസസറി ജേണൽ എൻട്രി റിലേറ്റിംഗ് ടു ഫോർ ഫീച്ചർ ഇൻ ഈച്ച് ഓഫ് ദ ഫോളോയിങ് ആൾട്ടർനേറ്റീവ് കേസ്. താഴെ പറയുന്ന കേസുകളിൽ ഫോർ ഫീച്ചർ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നമ്മൾ ജേണൽ എൻട്രീസ് നോക്കാനാണ് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഏകദേശം എന്നല്ല, ഇതിൻ്റെ ഒരു പ്രീമിയം എവിടെയാണ് വരുന്നത്, അലോട്ട്മെൻറ്റിലാണ് വരുന്നത് എന്നുള്ളത് വളരെ വ്യക്തമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി ഇവിടെ കഴിഞ്ഞ ദിവസത്തെ പോലെ 3 കേസുകളാണ് തന്നിട്ടുള്ളത്. കേസ് 1 എന്താണ്, ഇഫ് മിസ്റ്റർ രാജു ഫെയിൽഡ് ടു പേ അലോട്ട്മെൻറ്റ് മണി ആൻഡ് ഹിസ് ഷെയർസ് വെർ ഫോർ ഫീച്ചർ. അതായത് രാജു അലോട്ട്മെൻറ്റ് മണി അടച്ചില്ല, ഫെയിലായി. അപ്പോൾ എന്ത് ചെയ്തു, അയാളുടെ ഷെയർ ഫോർഫീറ്റ് ചെയ്തു, ക്യാൻസൽ ചെയ്തു. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ജേണൽ എൻട്രി വരിക? ഓക്കെ, രണ്ടാമത്തെ കേസ് പറയുന്നത് ഇഫ് മിസ്റ്റർ രാജു ഫെയിൽഡ് ടു പേ അലോട്ട്മെൻറ്റ് മണി ആൻഡ് ഓൺ ഈസ് സബ്സീക്വൻറ്റ് ഫെയിലർ ടു പേ ദ ഫസ്റ്റ് കോൾ ഈസ് ഷെയർ വെർ ഫോർഫീച്ചർ. അതായത് രാജു അലോട്ട്മെൻറ്റ് മണി അടച്ചില്ല, പിന്നെ ഫസ്റ്റ് കോളും അടയ്ക്കേണ്ട സമയത്ത് അടച്ചില്ല, രണ്ടും അടച്ചില്ല, ഫെയിലായി. അപ്പോൾ അയാളുടെ ഷെയർ എന്ത് ചെയ്തു, ഫോർഫീറ്റ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ജേണൽ എൻട്രി എഴുതുക? ഇനി കേസ് 3, if Mr. Raju failed to pay first call and on his subsequent failed to pay final call, his share were forfeited. അതായത് രാജു ഫസ്റ്റ് കോളും അടച്ചിട്ടില്ല, ഫൈനൽ കോളും അടച്ചിട്ടില്ല, ഫെയിലായി, അതുകൊണ്ട് അയാളുടെ ഷെയർ ഫോർഫീറ്റ് ചെയ്തു. ഇതാണ് കേസ് 3 ആയിട്ട് പറയുന്നത്. അപ്പം ഈ 3 കേസിലും പ്രീമിയം അടച്ചിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് എന്ത് ചെയ്യുന്നില്ല, പറഞ്ഞിട്ടില്ല അല്ലേ. അപ്പോൾ എങ്ങനെ നമ്മളത് മനസ്സിലാക്കുക, ശ്രദ്ധിക്കുക. അതായത് കേസ് 1 അലോട്ട്മെൻറ്റ് മണി അടച്ചിട്ടില്ല എന്ന് പറഞ്ഞു അല്ലേ. അലോട്ട്മെൻറ്റ് മണിയിലല്ലേ പ്രീമിയം കൂടി വരുന്നത്. അലോട്ട്മെൻറ്റ് 2ഉം പ്രീമിയം 2ഉം കൂടി മൊത്തത്തിലല്ലേ 4. മനസ്സിലായോ അലോട്ട്മെൻറ്റ് മണി? അപ്പോൾ അലോട്ട്മെൻറ്റ് മണി അടച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്തായിരിക്കും, പ്രീമിയവും എന്ത് ചെയ്തിട്ടില്ല, കിട്ടിയിട്ടില്ല, റിസീവ് ചെയ്തിട്ടില്ല കമ്പനിക്ക് എന്നുള്ളതല്ലേ, നോട്ട് റിസീവ്ഡ് അല്ലേ. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രീമിയം നോട്ട് റിസീവ്ഡ് ആണ്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ ജേണൽ എൻട്രി ആവും ഇവിടെ വരിക എന്നുള്ളതാണ് മൈൻഡിലേക്ക് വരിക. പ്രീമിയം നോട്ട് റിസീവ്ഡ് ആണെങ്കിൽ നമ്മൾ പഠിച്ച ജേണൽ എൻട്രിയിൽ ഡെബിറ്റിൽ സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ടും കൂടി വരും. അത്രേ ഉള്ളൂ. കുറേ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി രണ്ടാമത്തെ കേസിലോ, അവിടെയും അലോട്ട്മെൻറ്റ് അടച്ചിട്ടില്ല, പിന്നെ ഫസ്റ്റ് കോൾ അടച്ചിട്ടില്ല, ഫെയിലറായി, അത് ക്യാൻസൽ ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ എന്തായിരിക്കും, സെക്യൂരിറ്റി പ്രീമിയവും റിസീവ് ചെയ്തിട്ടുണ്ടാവില്ല അല്ലേ. അപ്പോൾ നമ്മളുടെ ആദ്യത്തെ ജേണൽ എൻട്രി ആവും നമുക്ക് അവിടെ എഴുതേണ്ടി വരിക. സെക്യൂരിറ്റി പ്രീമിയം അടച്ചിട്ടില്ല എന്ന് നോട്ട് റിസീവ്ഡ് ആണെങ്കിൽ അവിടെ സെക്യൂരിറ്റി പ്രീമിയം റിസർവ് അക്കൗണ്ട് ഡെബിറ്റിൽ വരും.
അപ്പോൾ ഇതാണ് നിങ്ങളോട് പറയുന്നത്. ആദ്യം തുടക്കത്തിൽ പറയുന്ന ജേണൽ എൻട്രീസ് പഠിച്ചു കഴിഞ്ഞാലാണ് നമുക്ക് അതിലിങ്ങനെ ആഡ് ചെയ്തിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങൾ വരിക. അപ്പോൾ ഇന്നലെ പറഞ്ഞ അറ്റ് പാറിലുള്ള ജേണൽ എൻട്രി നിങ്ങൾക്ക് കാണാതെ നിങ്ങൾക്ക് അറിയുമെങ്കിൽ അവിടെ സെക്യൂരിറ്റി പ്രീമിയം വരുമ്പോൾ അടച്ചിട്ടില്ലെങ്കിൽ സെക്യൂരിറ്റി പ്രീമിയം റിസർവ് അക്കൗണ്ട് ഡെബിറ്റിൽ വരും. അത് മാത്രം അഡീഷണൽ ആയിട്ടൊരു ഐറ്റമായിട്ട് ഡെബിറ്റിൽ വരും എന്ന് മാത്രം മനസ്സിലാക്കിയാൽ നിങ്ങൾ ഇതിൻ്റെ ജേണൽ എൻട്രിയും പഠിച്ചു കഴിഞ്ഞു. മനസ്സിലായോ? അപ്പോൾ അതാണ് രണ്ടാമത്തെ കേസ്. ഇനി മൂന്നാമത്തെ കേസ് ഫസ്റ്റ് കോളും ഫൈനൽ കോളും അടച്ചിട്ടില്ല എന്നുള്ളതാണ്. അതിൻ്റെ അർത്ഥം അലോട്ട്മെൻറ്റ് മണി അയാൾ അടച്ചിട്ടുണ്ട്. അപ്പോൾ സെക്യൂരിറ്റി പ്രീമിയവും റിസീവ് ചെയ്തിട്ടുണ്ട്. ഇവിടെ റിസീവ് ചെയ്തിട്ടില്ല എന്നല്ല, റിസീവ് ചെയ്തിട്ടുണ്ട്, സെക്യൂരിറ്റി പ്രീമിയം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ സാധാരണ നോർമലുള്ള ജേണൽ എൻട്രി ആവും വരും. മനസ്സിലായോ? ഇപ്പോൾ ഏകദേശം ധാരണ നിങ്ങൾക്ക് കിട്ടിയല്ലോ. ഇനി നമുക്ക് ഓരോ കേസിൻ്റെയും പ്രോബ്ലം നോക്കാമല്ലോ. അതായത് കേസ് 1, ഇഫ് മിസ്റ്റർ രാജു ഫെയിൽഡ് ടു പേ അലോട്ട്മെൻറ്റ് മണി ആൻഡ് ഹിസ് ഷെയർ വർ ഫോർ ഫീച്ചർ. അതിൻ്റെ ജേണൽ എൻട്രി വരിക. അതായത് നമ്മൾ പറഞ്ഞു അലോട്ട്മെൻറ്റ് മണി അടച്ചിട്ടില്ല, അലോട്ട്മെൻറ്റ് മണിയിലാണ് പ്രീമിയം കൂടി ഇൻക്ലൂഡ് ആവുന്നത്. സോ പ്രീമിയം നോട്ട് റിസീവ്ഡ്, പ്രീമിയവും കൊടുത്തിട്ടുണ്ടാവില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ജേണൽ എൻട്രി നമ്മൾ മുന്നേ പറഞ്ഞ ഒന്നാമത്തെ ജേണൽ എൻട്രിയാണ് വരിക. ഏത്? ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ, സെക്യൂരിറ്റി പ്രീമിയം റിസർവ് അക്കൗണ്ട് ഡെപ്റ്റർ, ടു ഷെയർ അലോട്ട്മെൻറ്റ്, ടു ഷെയർ കോൾ. ഷെയർ കോളും അടച്ചിട്ടില്ല എന്ന് പറയുമ്പോഴേ അത് എടുക്കേണ്ടതുള്ളൂ. അല്ലെങ്കിൽ ടു ഷെയർ അലോട്ട്മെൻറ്റ് ടു ഫോർ ഫീച്ചർ അക്കൗണ്ട്, അത്രയേ വരുള്ളൂ കേട്ടോ. അപ്പോൾ ഫസ്റ്റത്തെ കേസിൽ കോളിനെ കുറിച്ചിട്ടൊന്നും പറഞ്ഞില്ല, അലോട്ട്മെൻറ്റ് അടച്ചിട്ടില്ല എന്നല്ലേ പറയുന്നുള്ളൂ. അപ്പോൾ ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. ഇനി എമൗണ്ട് എടുക്കുന്ന കേസ് നമ്മൾ സാധാരണ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. എമൗണ്ട് എടുക്കുന്നത് മുന്നേ പറഞ്ഞ തന്നെയാണ്. അതായത് ആരാണോ അടയ്ക്കാത്തത് അയാളുടെ ഷെയർ എത്രയാണ് നോക്കുക. 5000 ഷെയർസ് നോക്കണ്ട, രാജുവിൻ്റെ ഷെയർ എത്രയാണ്? 50 ഷെയർസാണ് അല്ലേ? അതല്ലേ ക്വസ്റ്റ്യൻ പറയുന്നത്. അപ്പോൾ ആ 50 ഷെയർ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുക. അതായത് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ, രാജുവിൻ്റെ ഷെയർ എത്രയാണ്? 50. ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഏത് എമൗണ്ടാണ് എഴുതുക? അതായത് മൊത്തം വിളിച്ചിട്ടുള്ള എമൗണ്ടാണ് എഴുതുക. ഓക്കെ. അതായത് ഫസ്റ്റത്തെ കേസിൽ അലോട്ട്മെൻറ്റ് മണി അടച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അലോട്ട്മെൻറ്റ് മണി വിളിച്ചിട്ടുണ്ട് അല്ലേ, കോളപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അലോട്ട്മെൻറ്റ് മണി വരെ കോളപ്പ് ചെയ്തിട്ടുണ്ട് പറഞ്ഞാൽ ശരിക്കും എത്ര വരും? അപ്ലിക്കേഷൻ്റെ 3ഉം അലോട്ട്മെൻറ്റ് മണിയുടെ 4ഉം അല്ലേ? ഇത് രണ്ടും വിളിച്ചിട്ടുണ്ടെന്നല്ലേ പറയുന്നത്. അപ്പോൾ 3ഉം 4ഉം അതാണ് വരിക. 7 ടോട്ടൽ 7 വരും. അപ്പോൾ പക്ഷേ ഇവിടെ 5ആണ് എടുക്കുന്നത്. അത് എന്തുകൊണ്ടാണ്? അതായത് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിൽ 50 × 5 അതായത് 250 എടുക്കുന്നത്. ടോട്ടൽ ശരിക്കും അവിടെ എത്ര എടുക്കണം? 7 എടുക്കണം അല്ലേ? അത് എന്തുകൊണ്ടാണ്? പ്രീമിയത്തിൻ്റെ അവിടെ കൺസിഡർ ചെയ്യുന്നില്ല. 2 രൂപ പ്രീമിയം അലോട്ട്മെൻറ്റിൽ ആക്ച്വലി ശരിക്കും അലോട്ട്മെൻറ്റ് മണി 2 ഉള്ളൂ അല്ലേ? അതിൽ പ്രീമിയം കൂടി 2 ആഡ് ചെയ്തുകൊണ്ടാണ് അവിടെ 4 വന്നത്. ഓക്കെ. അപ്പോൾ ആ പ്രീമിയത്തിൻ്റെ എമൗണ്ട് അവിടെ കോൾഡപ്പിൽ കാണിക്കുന്നില്ല ഷെയർ ക്യാപിറ്റലിൽ. കാരണം എന്താ? ഡെബിറ്റിൽ വേറെ പ്രീമിയം എന്ന് പറഞ്ഞിട്ട് വേറെ കാണിക്കുന്നുണ്ട് അതുകൊണ്ടാണ് അതിൻ്റെ എമൗണ്ട് 2 അവിടെ എടുക്കാത്തത്. അപ്പോൾ അപ്ലിക്കേഷൻ്റെ 3ഉം അലോട്ട്മെൻറ്റിൻ്റെ 2ഉം ടോട്ടൽ 5. അതാണ് ഇവിടെ 50 × 5 250. മനസ്സിലായല്ലോ? അപ്പോൾ പ്രീമിയത്തിൻ്റെ എടുക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ രണ്ടാമത് വീണ്ടും ഡെബിറ്റ് സൈഡിൽ തന്നെ വേറൊരു ഐറ്റം വന്നത്, സെക്യൂരിറ്റി പ്രീമിയം റിസർവ് അക്കൗണ്ട്. 50 × പ്രീമിയം എമൗണ്ട് എത്രയാണ്? 2 അല്ലേ? അപ്പോൾ 50 × 2 100. അപ്പോൾ ഇത് രണ്ടും ഡെബിറ്റ് കോളത്തിൽ എമൗണ്ട് ആയിട്ട് വരും. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ക്രെഡിറ്റിൽ ടു ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട്. ടു ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് പറഞ്ഞാൽ അടയ്ക്കാത്ത അലോട്ട്മെൻറ്റ് മണിയാണ് കാണിക്കേണ്ടത്. അതായത് ടു ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് പറഞ്ഞാൽ 50 × അലോട്ട്മെൻറ്റ് എത്രയാണ്? 2ഉം പ്രീമിയം അടച്ചിട്ടില്ലല്ലോ. അപ്പോൾ അലോട്ട്മെൻറ്റിൻ്റെയും പ്രീമിയത്തിനും കൂടി ടോട്ടൽ 4ആണ് വരിക അല്ലേ? അപ്പോൾ ടു ഷെയർ അലോട്ട്മെൻറ്റിൽ 50 × 4 ക്രെഡിറ്റ് സൈഡിൽ 200 എന്ന് എഴുതുന്നു. ഇനി ടു ഷെയർ ഫോർ ഫീച്ചർ അക്കൗണ്ട്. ഷെയർ ഫോർ ഫീച്ചർ അക്കൗണ്ടിൽ ഏത് എമൗണ്ടാണ് കാണിക്കുക? നിലവിൽ ആ വ്യക്തി എത്ര അടച്ചിട്ടുണ്ടോ അതാണ് കാണിക്കുക. അതായത് അലോട്ട്മെൻറ്റ് അടച്ചിട്ടില്ല, അപ്പോൾ അതിൻ്റെ മുന്നത്തെ അപ്ലിക്കേഷൻ അയാൾ അടച്ചിട്ടുണ്ടാവുമല്ലോ, ഉണ്ട്. അപ്പോൾ 50 × അപ്ലിക്കേഷൻ്റെ മണിയുടെ പെർ ഷെയറിന് എത്രയാണ്? 3. അതായത് 50 × 3 150 അങ്ങനെ എഴുതുന്നു. ഓക്കെ. ഈ ജേണൽ എൻട്രി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നരേഷൻ ഫോർ ഫീച്ചർ ഓഫ് 50 ഷെയർസ് ഡ്യൂ ടു നോൺ പേയ്മെൻറ്റ് ഓഫ് അലോട്ട്മെൻറ്റ് മണി വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. നമ്മൾ ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിൽ 50 × 5 കാണിച്ചു. ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ അവിടെ നമ്മൾ ടോട്ടൽ എത്ര വിളിച്ചു അത്രയാണ് കാണിക്കേണ്ടത്. അതായത് ഇവിടെ അപ്ലിക്കേഷനായ 3ഉം അലോട്ട്മെൻ്റ് ആയിട്ടുള്ള 4ഉം വിളിച്ചിട്ടുണ്ട്. ഓക്കെ. സെക്യൂരിറ്റി പ്രീമിയത്തിൻ്റെ 2 നമ്മളവിടെ കാണിക്കില്ല. അത് നമ്മൾ വേറെ ഡെബിറ്റിൽ വേറെ സെക്യൂരിറ്റി പ്രീമിയം എന്ന് പറഞ്ഞിട്ട് തന്നെ വരുന്നുണ്ട്. അതുകൊണ്ട് ആ 2 അവിടെയാണ് കാണിക്കുക. അപ്പോൾ ബാക്കി 3ഉം
അപ്ലിക്കേഷൻ്റെ 3ഉം അലോട്ട്മെൻറ്റിൻ്റെ 2ഉം മാത്രം കാണിച്ചാൽ മതി. ഓക്കെ, 5 കാണിച്ചാൽ മതി. ബാക്കി 2 സെക്യൂരിറ്റി പ്രീമിയം എന്ന് പറഞ്ഞിട്ട് ഡെബിറ്റ് സൈഡിൽ തന്നെ നമ്മൾ വേറെ കാണിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് പറഞ്ഞാൽ അലോട്ട്മെൻറ്റ് അടയ്ക്കാത്തത് എത്രയാണോ അതാണ് കാണിക്കേണ്ടത്. അലോട്ട്മെൻറ്റ് 4 അടച്ചിട്ടില്ല, അതായത് അലോട്ട്മെൻറ്റ് 2ഉം പ്രീമിയത്തിൻ്റെ 2ഉം കൂടി 4, 50 × 4 200. പിന്നെ ഷെയർ ഫോർ ഫീച്ചർ അക്കൗണ്ടിൽ അവിടെ എമൗണ്ട് ഏതാ കാണിക്കുക, നിലവിൽ എത്ര അയാൾ അടച്ചിട്ടുണ്ട്, പെയ്ഡ് എമൗണ്ടാണ് കാണിക്കേണ്ടത്. അതായത് 50 × അപ്ലിക്കേഷൻ മാത്രമേ അടച്ചിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ 50 × 3 150. ഫസ്റ്റ് കേസ് ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ പോകുന്നത് സെക്കൻഡ് കേസിലേക്കാണ്. സെക്കൻഡ് കേസ് എന്ന് പറയുന്നത് രാജു അലോട്ട്മെൻറ്റ് മണി അടച്ചിട്ടില്ല, ഫസ്റ്റ് കോളും അടച്ചിട്ടില്ല, അതുകൊണ്ട് ഫോർഫീറ്റ് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ കോളും കൂടിയും വരും. ഓക്കെ, അത് നേരത്തെ അലോട്ട്മെൻറ്റ് മാത്രമേ പറഞ്ഞുള്ളൂ, അതുകൊണ്ട് അലോട്ട്മെൻറ്റ് വന്നു. ഇവിടെ കോളും കൂടിയും വരും. അപ്പോൾ എങ്ങനെ വരാം, നേരത്തെ ചെയ്ത പോലെ തന്നെയാണ്. അതായത് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് 50 × എത്ര വരും, അതായത് ഷെയർ ക്യാപിറ്റലിന് നമ്മൾ എന്താ എഴുതുക, ടോട്ടൽ കോൾ ചെയ്തതാണ് കാണിക്കാം. അപ്ലിക്കേഷൻ വിളിച്ചു, അലോട്ട്മെൻറ്റ് വിളിച്ചു, ഫസ്റ്റ് കോളും വിളിച്ചു അല്ലേ. അപ്പോൾ മൊത്തം 3 എണ്ണം വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അപ്ലിക്കേഷൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് എത്രയാ, 3 അല്ലേ. ഇവിടെ നോക്കൂ, 3 ഓൺ അപ്ലിക്കേഷൻ. പിന്നെ അതേപോലെ അലോട്ട്മെൻറ്റ് 2, പ്രീമിയം നമ്മൾ വേറെ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രീമിയത്തിൻ്റെ നമ്മൾ 4 ശരിക്കും. അതിൽ പ്രീമിയം നമ്മൾ അലോട്ട്മെൻറ്റ് അടച്ചിട്ടില്ല എന്നല്ലേ പറയുന്നത്. അപ്പോൾ പ്രീമിയം അടച്ചിട്ടുണ്ടാവില്ലല്ലോ. അപ്പോൾ പ്രീമിയം എന്തായാലും നമ്മൾ ഡെബിറ്റ് സൈഡിൽ സെക്യൂരിറ്റി പ്രീമിയം പറഞ്ഞ് കാണിക്കണം. അപ്പോൾ ആ 2 ഇപ്പോൾ എടുക്കണ്ട. അപ്പോൾ അപ്ലിക്കേഷൻ്റെ 3, പിന്നെ അലോട്ട്മെൻറ്റിൻ്റെ 2, പിന്നെ ഫസ്റ്റ് കോളിൻ്റെ 3. അപ്പോൾ ടോട്ടൽ എത്ര വരും, 8 അല്ലേ. 3 2 5, 5 3 8. അപ്പോൾ ഇവിടെ എന്ത് വരും, 50 × 8 വരും. മനസ്സിലായല്ലോ. പ്രീമിയത്തിൻ്റെ എടുക്കില്ല, കാരണം പ്രീമിയം അടച്ചിട്ടില്ല എന്ന് പറയുന്നത് കൊണ്ട് തന്നെ പ്രീമിയം ഡെബിറ്റ് സൈഡിൽ വേറെ നമ്മൾ റൈറ്റായിട്ട് എഴുതണം. അതിൻ്റെ 2 എന്നുള്ളത് വേറെ നമ്മൾ കാണിക്കുന്നത് കൊണ്ടാണ് പ്രീമിയത്തിൻ്റെ 2 എടുക്കാത്തത് കേട്ടോ. അതുകൊണ്ടാണ് അലോട്ട്മെൻറ്റ് 2 എന്ന് പറയുന്നത്, 4 എന്ന് പറയാത്തത്. ഓക്കെ, അപ്പോൾ ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് 50 × 8, അതായത് 400. ഇനി ഡെബിറ്റ് സൈഡിൽ അടുത്തതായിട്ട് സെക്യൂരിറ്റി പ്രീമിയം റിസർവ് അക്കൗണ്ട്. അലോട്ട്മെൻറ്റ് അടയ്ക്കാത്തതുകൊണ്ട് തന്നെ പ്രീമിയം അടച്ചിട്ടില്ല, കാരണം അലോട്ട്മെൻറ്റിലാണ് പ്രീമിയം വരുന്നത്. അപ്പോൾ സെക്യൂരിറ്റി പ്രീമിയം റിസർവ് അക്കൗണ്ട് 50 × 2, ഓക്കെ 100. ഓക്കെ, അപ്പോൾ ഡെബിറ്റ് ഓക്കെ ആയി. ഇനി ക്രെഡിറ്റിലേക്ക് വരുമ്പോൾ ടു ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് അടയ്ക്കാത്തതാണ് കാണിക്കുക. അലോട്ട്മെൻറ്റിൽ അടയ്ക്കാത്തത് 4ആണ്, പ്രീമിയം കൂട്ടിയിട്ട് 4ആണ്. അപ്പോൾ 50 × 4 200. ഇനി ഷെയർ ഫസ്റ്റ് കോളിൻ്റെ എത്രയാ, പെർ ഷെയറിന് 3. അപ്പോൾ 50 × 3 150 ക്രെഡിറ്റ് സൈഡിൽ എഴുതുന്നു. ഇനി ടു ഷെയർ ഫോർ ഫീച്ചർ അക്കൗണ്ട് 50 × 3 വരിക, കാരണം അപ്ലിക്കേഷനായിട്ടുള്ള 3 പെർ ഷെയർ 3 മാത്രമേ അടച്ചിട്ടുള്ളൂ. അലോട്ട്മെൻറ്റും കോളും അടച്ചിട്ടില്ല. അപ്പോൾ അവിടെ 3 വരുള്ളൂ. 8ൽ 3 മാത്രമേ അടച്ചിട്ടുള്ളൂ, ബാക്കി അടയ്ക്കാത്തതാണ്. ബാക്കി 4ഉം 3ഉം വേറെ നമ്മൾ കാണിച്ചു. അപ്പോൾ ഇനി 3 വരുള്ളൂ. അപ്പോൾ 3 150. ഓക്കെ, അപ്പോൾ സെക്കൻഡ് കേസ് കഴിഞ്ഞു. അതായത് ഫോർ ഫീച്ചർ ഓഫ് 50 ഷെയർസ് ഡ്യൂ ടു നോൺ പേയ്മെൻറ്റ് ഓഫ് അലോട്ട്മെൻറ്റ് മണി ആൻഡ് ഫസ്റ്റ് കോൾ മണി. അപ്പോൾ ഇവിടെ കോളും കൂടി അഡീഷണലായിട്ട് വന്നു, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്, ഫസ്റ്റത്തെ ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ മൊത്തം വിളിച്ചതാണ് കാണിക്കേണ്ടത്. അതായത് അടച്ചില്ലേ നമ്മൾ നോക്കണ്ട, മൊത്തം കമ്പനി വിളിച്ചിട്ടുള്ള ഷെയർസിൻ്റെ വാല്യൂ ആണ് കാണിക്കേണ്ടത്. അപ്പോൾ സെക്യൂരിറ്റി പ്രീമിയം ഉണ്ടെങ്കിൽ അതിൻ്റെ വാല്യൂ എടുക്കണ്ട, അത് നമ്മൾ ഓൾറെഡി പിന്നെ നമ്മൾ ഡെബിറ്റിൽ വേറെ സെക്യൂരിറ്റി പ്രീമിയം എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതല്ലാത്ത മൊത്തം വിളിച്ചതാണ് നമ്മൾ ഷെയർ ക്യാപിറ്റലിൽ കാണിക്കുക. പിന്നെ ഏറ്റവും ലാസ്റ്റ് ഷെയർ ഫോർ ഫീച്ചർ അക്കൗണ്ട് പറഞ്ഞാൽ നമ്മൾ വിളിച്ചതിൽ എത്ര അയാൾ അടച്ചിട്ടുണ്ട് അതാണ് കാണിക്കുക. ഓക്കെ, അപ്പോൾ അപ്ലിക്കേഷൻ മാത്രമേ അടച്ചിട്ടുള്ളൂ, അലോട്ട്മെൻറ്റ് അടച്ചിട്ടില്ല, ഷെയർ ഫസ്റ്റ് കോളും അടച്ചിട്ടില്ലല്ലോ. അപ്പോൾ 3 അടച്ചിട്ടുള്ളൂ. അപ്പം പിന്നെ അടയ്ക്കാത്തത് നമ്മൾ അലോട്ട്മെൻറ്റിലും ഫസ്റ്റ് കോളിലും ആയിട്ട് നമ്മൾ കാണിക്കും. അപ്പോൾ ഡെബിറ്റും ക്രെഡിറ്റും ഈക്വലായി പോവും. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത് മൂന്നാമത്തെ കേസാണ്. മൂന്നാമത്തെ കേസ് ശ്രദ്ധിക്കുക, ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട്. അതായത് രാജു ഫസ്റ്റ് കോളും ഫൈനൽ കോളും അടച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. അതിൻ്റെ അർത്ഥം രാജു അലോട്ട്മെൻറ്റ് അടച്ചിട്ടുണ്ട് അല്ലേ, ആപ്ലിക്കേഷനും അലോട്ട്മെൻറ്റും അടച്ചിട്ടുണ്ട്. ഫസ്റ്റ് കോളും ഫൈനൽ കോളും അടയ്ക്കാത്തത്. അപ്പോൾ അലോട്ട്മെൻറ്റ് അടച്ചിട്ടുണ്ട് പറഞ്ഞാൽ ഓൾറെഡി എന്തും അടച്ചിട്ടുണ്ടാവും, പ്രീമിയം അടച്ചിട്ടുണ്ടാവും. ആദ്യത്തെ 2 കേസിൽ പ്രീമിയം അടച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ കേസിൽ അലോട്ട്മെൻറ്റ് അടച്ചിട്ടുണ്ടെങ്കിൽ അത് പ്രീമിയം അടച്ചിട്ടുണ്ടാവും. അപ്പോൾ പ്രീമിയം റിസീവ്ഡ് ആണ്. ഓക്കെ, നോട്ട് റിസീവ്ഡ് അല്ല. അപ്പോൾ ഇവിടെ എന്ത് വരില്ല, ഡെബിറ്റിൽ സെക്യൂരിറ്റി പ്രീമിയം റിസർവ് അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു എൻട്രി വരില്ല. മനസ്സിലായോ?
പാറിന് നമ്മൾ പഠിച്ച ജേണൽ എൻട്രി എന്താണോ അത് മാത്രമേ വരുള്ളൂ. അതായത് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ ടു ഷെയർ അലോട്ട്മെൻറ്റ് ടു ഷെയർ കോൾ ടു ഫോർ ഫീച്ചർ. ഇവിടെ അലോട്ട്മെൻറ്റ് ഇല്ല, അപ്പോൾ ടു കോൾ ഫസ്റ്റ് കോളും പിന്നെ സെക്കൻഡ് കോളും ആണ് വരിക. ഓക്കെ, അപ്പോൾ പ്രീമിയം പോയിട്ടുണ്ട്, അപ്പോൾ പ്രീമിയം അടച്ചിട്ടുണ്ട്, റിസീവ് ചെയ്തിട്ടുള്ളതുകൊണ്ട് പാറിൻ്റെ ജേണൽ എൻട്രി. ഷെയർ ഫോർ ഫീച്ചർ അക്കൗണ്ടിൽ നമ്മൾ മൂന്നാമത്തെ കേസിൽ അപ്പോൾ വരിക ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിൽ എമൗണ്ട് എന്ന് പറയുന്നത് എങ്ങനെയാണ് വരിക? ടോട്ടൽ കോൾ ചെയ്തത് ഫസ്റ്റും ഫൈനൽ കോളും അടച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പം മൊത്തം വിളിച്ചിട്ടുണ്ട് അല്ലേ, ഫൈനൽ കോൾ വരെ കമ്പനി വിളിച്ചിട്ടുണ്ട് എന്നല്ല അതിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ മൊത്തം എത്രയാണ് ഇവിടെ പ്രീമിയത്തിൻ്റെ കാണിക്കരുത് കേട്ടോ. അതായത് അപ്ലിക്കേഷൻ്റെ 3ഉം അലോട്ട്മെൻറ്റിൻ്റെ 2ഉം ഫസ്റ്റ് കോളിൻ്റെ 3ഉം ഫൈനൽ കോളിൻ്റെ 2ഉം മൊത്തം 10. ഓക്കെ, പ്രീമിയം അടച്ചിട്ടുണ്ടല്ലോ, അടച്ചു കഴിഞ്ഞതാണ്. പിന്നെ നമ്മൾ പ്രീമിയത്തിൻ്റെ കാര്യം എന്ത് ചെയ്യണ്ട, നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ പിന്നെ ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെപ്റ്റർ 50x10 പ്രീമിയം കൂടിയും കൂട്ടി ശരിക്കും 12 അവിടെ വരേണ്ടത്. കാരണം പക്ഷേ ഇവിടെ എടുക്കാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പ്രീമിയം അടച്ചു കഴിഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രീമിയത്തിൻ്റെ കൺസിഡർ ചെയ്യേണ്ട, റിസീവ്ഡ് ആണ്. ഓക്കെ, അപ്പോൾ ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് 50x10 അതായത് 500. ഇനി ടു ഷെയർ ഫസ്റ്റ് കോൾ, ഫസ്റ്റ് കോളിൻ്റെ പെർ ഷെയറിന് എത്രയാണ് 3 അപ്പോൾ 50x3 150 ക്രെഡിറ്റ് സൈഡിൽ എഴുതുന്നു. ടു ഷെയർ സെക്കൻഡ് ആൻഡ് ഫൈനൽ അക്കൗണ്ട്, ഷെയർ സെക്കൻഡ് ആൻഡ് ഫൈനൽ അക്കൗണ്ട് എന്ന് പറയുമ്പോൾ 2 വരുന്നത് ഫൈനൽ പെർ ഷെയറിന്. ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്, ക്വസ്റ്റ്യൻ വ്യക്തമായി മനസ്സിലാക്കുക കേട്ടോ. ഫസ്റ്റ് കോളിന് 3ഉം അതേപോലെ തന്നെ സെക്കൻഡ് ആൻഡ് ഫൈനൽ കോളിന് 2 എന്ന് പറയുന്നുണ്ടല്ലോ. ഓക്കെ, അപ്പോൾ സെക്കൻഡ് ആൻഡ് ഫൈനൽ കോളിന് 2 അപ്പോൾ 50x2 100. ഓക്കെ, ഇനി ഷെയർ ഫോർ ഫീച്ചേർഡ് അക്കൗണ്ട്. ഷെയർ ഫോർ ഫീച്ചേർഡ് അക്കൗണ്ടിൽ നമ്മൾ എമൗണ്ട് കാണിക്കുമ്പോൾ അപ്ലിക്കേഷൻ കിട്ടിയെന്നു അലോട്ട്മെൻറ്റും കിട്ടിയെന്നു. കിട്ടിയതല്ലേ, പെയ്ഡ് ആയിട്ടുള്ള എമൗണ്ട് അല്ലേ കാണിക്കേണ്ടത് ഫോർ ഫീച്ചേർഡിൽ. ഫസ്റ്റ് കോളും ഫൈനൽ കോളും കിട്ടിയിട്ടില്ല, അപ്ലിക്കേഷൻ അലോട്ട്മെൻറ്റും കിട്ടിക്കഴിഞ്ഞു. അപ്ലിക്കേഷൻ 3 അലോട്ട്മെൻറ്റ് 4 പക്ഷേ 4ൽ 2 എത്രയാണ്? 2 എന്താ? സെക്യൂരിറ്റി പ്രീമിയമാണ്. പ്രീമിയത്തിനെ നമ്മളിവിടെ കാണിക്കേണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ 2 നമ്മൾ എടുക്കണ്ട, അലോട്ട്മെൻറ്റിൽ 4ൽ 2 എടുക്കണ്ട, ബാക്കി 2 മാത്രം. അലോട്ട്മെൻറ്റ് മണി ആക്ച്വൽ അലോട്ട്മെൻറ്റ് പെർ ഷെയർ എത്രയാണോ അത് മാത്രം എടുത്താൽ മതി. ഓക്കെ, അതായത് അപ്ലിക്കേഷൻ്റെ 3ഉം അതേപോലെ തന്നെ അലോട്ട്മെൻറ്റിൻ്റെ 2ഉം മൊത്തം 5 എടുത്താൽ മതി. ഓക്കെ, ശരി. ഇവിടെ ക്വസ്റ്റ്യൻ നോക്കുക, മനസ്സിലാവുന്നുണ്ടല്ലോ. അലോട്ട്മെൻറ്റ് 4 ഇവിടെ കാണിച്ചിട്ടുള്ളത് അല്ലേ, അതിൽ ഇൻക്ലൂഡിങ് പ്രീമിയം. അതായത് പ്രീമിയം ക്വസ്റ്റ്യൻ പറയുന്നുണ്ട്, പ്രീമിയം 2 പറയുന്നുണ്ട്. അപ്പോൾ പ്രീമിയം ഈ അലോട്ട്മെൻറ്റിൻ്റെ എമൗണ്ട് കൂടിയിട്ടാണ് ഈ 4. അപ്പോൾ പ്രീമിയം കിട്ടിക്കഴിഞ്ഞ സിറ്റുവേഷനിലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണ്ട, പ്രീമിയത്തിൻ്റെ കൂട്ടിയിട്ട് എഴുതണ്ട. അലോട്ട്മെൻറ്റ് എത്രയാണ്? 2 മാത്രമേ ഉണ്ടാവുള്ളൂ, ബാക്കി 2 പ്രീമിയം ആണല്ലോ. അപ്പോൾ അപ്ലിക്കേഷൻ 3 അല്ലേ, അപ്ലിക്കേഷൻ 3 വിളിച്ചിട്ടുള്ളത്. അപ്ലിക്കേഷൻ 3 അപ്പോൾ 3 + 2 അലോട്ട്മെൻറ്റ് 2 5. അത് മാത്രം ഫോർ ഫീച്ചേർഡിൽ കാണിച്ചാൽ മതി. ഷെയർ ഫോർ ഫീച്ചർ അക്കൗണ്ട് 50x5 അതായത് 250. ഓക്കെ, ഇതാണ് മൂന്നാമത്തെ കേസ് വരിക. അപ്പോൾ ഫോർ ഫീച്ചർ 50 ഷെയർ ഡ്യൂ ടു നോൺ പേയ്മെൻറ്റ് ഓഫ് ഫസ്റ്റ് കോൾ ആൻഡ് ഫൈനൽ കോൾ. ഇതാണ് കേസ് 3 വരിക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇത് നോട്ട് എഴുതിയെടുത്തതിന് ശേഷം സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ.